നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഫെബ്രുവരി 28-ന് ഇസ്രായേൽ അമേരിക്കൻ സഖ്യം ഇറാനെ ആക്രമിക്കുമ്പോൾ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ഒരു വാചകമായിരുന്നു. ആദ്യം പറഞ്ഞു 4 ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന്. പിന്നീട് പറഞ്ഞത് 4 ആഴ്ച കൊണ്ട് ഇറാനെ തകർത്ത് തരിപ്പണമാക്കി തങ്ങളുടെ വരുതിയിൽ വരുത്തുമെന്ന്. എന്നാൽ 4ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ അമേരിക്ക തന്നെയാണ് യുദ്ധത്തിൽ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഏതായാലും ഒരു സമാധാന ചർച്ച ഉണ്ടാകും, അല്ലെങ്കിൽ അത് സംഭവിക്കാനുള്ള സാധ്യത ഇപ്പോൾ കൂടിയിരിക്കുകയാണ്. അത്തരത്തിലുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഏതായാലും ഇപ്പോൾ മുജ്തബ ഖമേനി, ഇറാന്റെ പരമോന്നത നേതാവ്, അദ്ദേഹം ചർച്ചയ്ക്കായിട്ട് സമ്മതം അറിയിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇസ്രായേലി മീഡിയകളാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. യുഎസുമായൊരു സന്ധി സംഭാഷണത്തിന് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി സമ്മതിച്ചതായിട്ടാണ് ഇസ്രായേൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. യുഎസുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ഒരു കരാറിലെത്തിച്ചേരാൻ ഇറാൻ പരമോന്നത നേതാവ് സമ്മതിച്ചെന്നും ഇസ്രായേൽ മാധ്യമങ്ങളെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതായത് മുജ്തബ ഖമേനി ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യം ഇതോടുകൂടി ഉറപ്പായി. കാരണം അദ്ദേഹം ഗുരുതരമായ പരിക്കുകൾ പറ്റി റഷ്യയിലെ മോസ്കോയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും, അല്ലെങ്കിൽ ഇറാനിലെ തന്നെ ബങ്കറുകളിൽ അതീവ സുരക്ഷയോടുകൂടി തന്നെ ജീവിക്കുകയാണ് എന്നൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ആ പരമോന്നത നേതാവ് തന്നെയാണ് ഇപ്പോൾ അമേരിക്കയുമായി ചർച്ചയിൽ വരാൻ വേണ്ടിയിട്ട് സമ്മതിച്ചതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇറാനും യുഎസും തമ്മിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച നടക്കുന്നുണ്ടെന്നും നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാൻ കരാറിലെത്താൻ തയ്യാറായെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അമേരിക്കയും ഇറാനും പ്രധാന വിഷയങ്ങളിൽ ധാരണയിലെത്തിയെന്നും തന്റെ മരുമകൻ ജാരദ് കഷ്നറും ഉപദേഷ്ടാവ് സ്റ്റീവ് വിറ്റ്കോഫും ഇറാൻ പ്രതിനിധികളുമായുള്ള ചർച്ചയുടെ ഭാഗമായെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അതേസമയം ഇറാനെതിരായ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സാധ്യതയുള്ള തീയതിയായി ഏപ്രിൽ 9 അമേരിക്ക നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഏപ്രിൽ 9 യുദ്ധം അവസാനിപ്പിക്കും ട്രംപ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ. ടെഹ്റാനിലെ ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചതിനെ തുടർന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വളരെ ഉൽപാദനക്ഷമമായ ചർച്ചകൾ ചൂണ്ടിക്കാട്ടി ഇറാനിയൻ ഊർജ സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾക്ക് 5 ദിവസത്തെ താൽക്കാലിക വിരാമമാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ മാസം അവസാനം US പ്രസിഡന്റ് ട്രംപ് ദേശീയ ഇസ്രായേൽ സമ്മാനം, അതായത് നാഷണൽ ഇസ്രായേൽ പ്രൈസ് സ്വീകരിക്കാനായിട്ട് ഇസ്രായേൽ സന്ദർശിക്കുന്നതിന് മുൻപ് തന്നെ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏപ്രിൽ 9 യുദ്ധം അവസാനിപ്പിക്കുന്നത് സ്വാതന്ത്ര്യ ദിനത്തിൽ ഇസ്രായേലിലെത്തി ഇസ്രായേൽ സമ്മാനം സ്വീകരിക്കാൻ ട്രംപിന് അവസരം നൽകും. ഇതുകൊണ്ടാണ് ഏപ്രിൽ 9 എന്നുള്ള തീയതി തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതായത് അതിനു മുൻപ് യുദ്ധം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ട്രംപിനെ അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് നാഷണൽ ഇസ്രായേൽ പ്രൈസ് സ്വന്തമാക്കാനായിട്ട് അല്ലെങ്കിൽ വാങ്ങാനായിട്ട് സാധിക്കും. ഇതോടുകൂടി യുദ്ധം അവസാനിപ്പിച്ചത് ഞാനാണ്, സമാധാനപ്രിയൻ ഈ യുദ്ധത്തിനിടയിൽ ഞാനാണ് എന്ന് ട്രംപിന് വരുത്തി തീർക്കാനും സാധിക്കും. ഇതുവഴി വലിയൊരു മാധ്യമ ശ്രദ്ധ ട്രംപിന് മേൽ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. കാരണം ഒരുപാട് സമാധാനത്തിലുള്ള നൊബേൽ പ്രൈസിനായിട്ട് നടന്നതാണ് ട്രംപ്. ഈ യുദ്ധമെങ്കിലും അവസാനിപ്പിക്കാൻ തനിക്ക് സാധിച്ചാൽ അത് പിന്നീട് അടുത്ത തവണയെങ്കിലും നൊബേൽ പ്രൈസിന് തന്നെ പരിഗണിക്കാനുള്ള സാധ്യത മുൻപിൽ കണ്ടാണ് ട്രംപ് ഈ കാട്ടിക്കൂട്ടലുകളെല്ലാം തന്നെ ചെയ്യുന്നത്. അതേസമയം തന്നെ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ USഉം ഇറാനും തമ്മിൽ ഒരു യോഗം വിളിക്കാൻ മധ്യസ്ഥ രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്നും ഒരുപക്ഷെ ഈ ആഴ്ച അവസാനത്തോടെ തന്നെ അത് സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഈ ചർച്ചകളെക്കുറിച്ചോ ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ബാലിബാഫുമായുള്ള വാഷിംഗ്ടണിന്റെ ബന്ധങ്ങളെക്കുറിച്ചോ ഇസ്രായേലിനെ അറിയിച്ചിട്ടില്ലെങ്കിലും ട്രംപിന്റെ അവകാശവാദങ്ങളെ, സാമ്പത്തിക വിപണികളെ കൈകാര്യം ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ള വ്യാജ വാർത്ത എന്ന മുദ്രകുത്തി അദ്ദേഹം പങ്കാളിത്തം ശക്തമായി നിഷേധിച്ചിട്ടുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള അകലം കുറയ്ക്കാൻ പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത്, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങൾ സജീവമായി ശ്രമിക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സുഗമമാക്കാനും വെടിനിർത്തൽ നടപ്പിലാക്കാനുമാണ് ഈ രാജ്യങ്ങൾ മുൻകൈയെടുക്കുന്നത്. പാകിസ്ഥാൻ ഈ ചർച്ചകൾക്ക് വേദിയൊരുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ചർച്ചകളിൽ ഇറാനിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം സംബന്ധിച്ച് ഇതുവരെ സ്ഥിരീകരണമില്ല.
5 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും പശ്ചിമേഷ്യയിലെ യുദ്ധമേഘങ്ങൾ ഒഴിഞ്ഞുപോയിട്ടില്ല. ഇതൊരു താൽക്കാലിക ആശ്വാസം മാത്രമാണെന്നും യുദ്ധം അവസാനിപ്പിക്കാനുള്ള സൂചനയായി ഇതിനെ കാണാനാവില്ലെന്നുമാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ പറയുന്നത്. വൈറ്റ് ഹൗസ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നതുവരെ ഈ ചർച്ചകളെയും സമാധാന നീക്കങ്ങളെയും കുറിച്ചുള്ള വാർത്തകൾ വരെ ഊഹാപോഹങ്ങളായി മാത്രമേ കണക്കാക്കാനാവൂ എന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അപ്രതീക്ഷിത പിൻവാങ്ങലും 5 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപനവും പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഒരു നിർണായക വഴിത്തിരിവായിരിക്കുകയാണ് ഇപ്പോൾ. എന്നാൽ ഇത് യുദ്ധത്തിന്റെ അന്ത്യമാണോ അതോ അടുത്ത വലിയ നീക്കത്തിന് മുന്നോടിയായുള്ള നിശബ്ദതയാണോ എന്നത് ഇപ്പോഴും അവ്യക്തമാണ്. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുമ്പിൽ പതറാതെ ഞങ്ങളുടെ നിബന്ധനകളിൽ ഉറച്ചു നിന്ന ഇറാൻ ആഗോള വിപണിയെയും ഹോർമസ് കടലിടുക്കിനെയും ആയുധമാക്കി മാറ്റുന്നതിൽ വിജയിച്ചിരുന്നു. സഖ്യകക്ഷികളുടെ സമ്മർദ്ദവും പ്രത്യാക്രമണ ഭീഷണിയും ട്രംപിനെ സമാധാനത്തിന്റെ ഭാഷ സംസാരിക്കാൻ പ്രേരിപ്പിച്ചുവെന്നതും ഇറാന്റെ നയതന്ത്ര വിജയമായി വിലയിരുത്തപ്പെടുന്നു. മേഖലയിലെ സമാധാനത്തിനായി പാകിസ്ഥാൻ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിലും ഇറാന്റെ ഔദ്യോഗിക നിഷേധം ചർച്ചകളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നുണ്ട്. അമേരിക്കയും ഇസ്രായേലും നേരിടുന്ന രാഷ്ട്രീയ സൈനിക പ്രതിസന്ധികളിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെടാനുള്ള ഒരു എക്സിറ്റ് സ്ട്രാറ്റജി മാത്രമാണിതെന്നും നിരീക്ഷകർ കരുതുന്നു. വരും ദിവസങ്ങളിലും ഹോർമസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം പുനരാരംഭിക്കുമോ എന്നും പ്രഖ്യാപിക്കപ്പെട്ട ചർച്ചകൾ ഫലപ്രദമാകുമോ എന്നും ലോകം ഉറ്റുനോക്കുകയാണ്. യുദ്ധമേഘങ്ങൾ പൂർണ്ണമായി ഒഴിഞ്ഞിട്ടില്ലെങ്കിലും ഇറാൻ എന്ന കരുത്തരെ മറികടന്ന് മുന്നോട്ട് പോകുക എന്നത് അമേരിക്കയ്ക്ക് അത്ര എളുപ്പമല്ലെന്നും ഈ സംഭവങ്ങൾ അടിവരയിടുന്നു. ഇറാനെതിരായ സൈനിക നടപടി അമേരിക്കയ്ക്കകത്ത് വലിയ പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിയൊരുക്കിയതോടെ അതിന്റെ ഉത്തരവാദിത്തം പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിന് മേൽ ചാരുന്ന നിലപാടുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരുന്നുണ്ട്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന പേരിൽ ഇറാനെതിരെ നടത്തിയ ആക്രമണം 4 ആഴ്ച പിന്നിടുമ്പോഴാണ് ട്രംപിന്റെ ഈ അപ്രതീക്ഷിത പ്രതികരണം. ടെനസിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ പീറ്റ് ഹെഗ്സത്തിനെ വേദിയിൽ ഒപ്പമിരുത്തിയായിരുന്നു ട്രംപിന്റെ വിമർശനം. ഇറാനെതിരെ സൈനിക നീക്കം നടത്തണമെന്ന് ആദ്യം വാദിച്ചത് പീറ്റ് ഹെഗ്സത്താണെന്ന് ട്രംപ് വെളിപ്പെടുത്തി. ഇറാനെ അണവായുധം നിർമ്മിക്കാൻ അനുവദിക്കരുത്, നമുക്കിത് ചെയ്യാമെന്ന് നീയാണ് ആദ്യം പറഞ്ഞത് എന്ന് പീറ്റിനെ ചൂണ്ടി ട്രംപ് സമ്മേളനത്തിനിടെ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവിടെ ചെറിയൊരു യാത്ര പോകാമെന്ന് ഞാൻ കരുതിയെന്നും അതിനായി പീറ്റിനെയും ജനറൽ കെയ്നെയും പോലുള്ള പ്രഗത്ഭരെ വിളിച്ചെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാൻ ആക്രമണത്തിന് ശക്തമായ കാരണമായി മാറിയതും പ്രതിരോധ സെക്രട്ടറിയുടെ നിരീക്ഷണങ്ങളാണെന്നും ട്രംപ് വിശദീകരിച്ചതും അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിലെ ആഭ്യന്തര ഭിന്നതയാണ് വെളിപ്പെടുത്തുന്നത്. സൈനിക നടപടിയുടെ പേരിൽ തനിക്കെതിരെ ഉയരുന്ന രൂക്ഷ വിമർശനങ്ങളിൽ നിന്ന് തലയൂരാനുള്ള ട്രംപിന്റെ നീക്കമാണിതെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു.